ഹായ് ഹലോ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3 ലെസൺ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്നാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. ഡബ്ബ വാലാസ് അല്ലേ. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താ? ടിഫിൻ കാരിയേഴ്സിൻ്റെ സാമർത്ഥ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥ എന്നാണ് നമ്മളെ ഈ ചാപ്റ്ററിൻ്റെ മീനിങ്. ദ സാഗ എന്ന് പറഞ്ഞാൽ ധീരമായ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും അല്ലേ. സാഗ എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്, ധീരമായ നേട്ടങ്ങളും വിജയങ്ങളുടെയും. അപ്പോൾ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫുഡ്, ഭക്ഷണം നിറച്ച ഭക്ഷണപാത്രം കൊണ്ട് തലയിലേറ്റി നടക്കുന്ന ആളുകൾ അല്ലേ, ഓഫീസിൽ വിതരണം ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് ടിഫിൻ കാരിയേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ സാമർത്ഥ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥ എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ മീനിങ്. ദ ഡബ്ബവാലാസ് അല്ലേ. ആരാണ് എഴുതിയിട്ടുള്ളത്? ഹങ് ആൻഡ് കൊളിൻ ഗാങ്സ്റ്റർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, they are unique to Mumbai. No other city in the world has them because no other city has the special characteristics of this booming, bustling big apple of India. For one thing, skyrocketing land prices make it virtually impossible for the average employee to live near their place of work anywhere in Mumbai. എന്താ പറയുന്നത്? മുംബൈ പട്ടണത്തിലെ പ്രത്യേകതയാണ് അവർ. ഈ ടിഫിൻ കാരിയേഴ്സ്. മുംബൈ പട്ടണത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ടിഫിൻ കാരിയേഴ്സ്. കാരണം മറ്റൊരു പട്ടണത്തിലും ഇവരെ പോലെയുള്ള ആളുകളില്ല അല്ലേ. മറ്റൊരു പട്ടണത്തിലും മുംബൈയെ പോലെ പെട്ടെന്ന് വളരെയാണ് മുംബൈ അല്ലേ. ഇന്ത്യയുടെ ബിഗ് ആപ്പിളാണ്. ബിഗ് ആപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്ക് സിറ്റി. ഇന്ത്യയിലെ മുംബൈയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അടുത്ത് താമസിക്കുക എന്നുള്ളത് ഒരു അസാധ്യകരമായിട്ടുള്ള കാര്യമാണ്, സാധിക്കാത്ത കാര്യമാണ്. എന്താ കാരണം? ജോലി ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അല്ലെ, സ്ഥലത്തിനും സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ് കുതിച്ചുയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടിഫിൻ കാരിയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ മുംബൈ നഗരത്തിൽ ഉള്ളത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. അടുത്തത് നോക്കാം. Moreover, Mumbai is a great magnet. It draws people from all over India, each with their own dirty foibles and taboos. Besides, as the cost of living in Mumbai soared, it became increasingly difficult to get one's meals from downtown eateries. And since we Indians have not yet taken to sandwiches, salads, and cold cuts, or even cold food in general, the great army of Mumbai's workers are left with just 2 options. എന്താണ് ഈ പാരഗ്രാഫിലൂടെ പറയുന്നത്? ഇതിനുമപ്പുറം മുംബൈ ഒരു കാന്തമാണ് എന്നാണ് പറയുന്നത്. ഇത് മുംബൈ നഗരത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. കുറേ ആളുകളെ, ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മുംബൈ നഗരം ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുംബൈയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണശീലങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ. ചിലവർ കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാവും കഴിക്കുക, ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല. അങ്ങനെയുള്ള ഓരോ ഭക്ഷണശീലങ്ങൾ ഉണ്ട് അല്ലേ. പക്ഷേ ഈ മുംബൈ നഗരത്തിൽ ജീവിത ചെലവ് ഉയർന്നതാണ് അല്ലേ. അവിടെ ജീവിക്കാൻ ചെലവ് ഉയർന്നതാണ്. പട്ടണത്തിലെ ചെറു ഭക്ഷണശാലകളിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളത് പ്രയാസകരമാണ്. അതായത് അവിടെ കോഫി ഷോപ്പ് അതുപോലുള്ള ചെറിയ ഷോപ്പിൽ നിന്നൊക്കെ ശാലകളിൽ നിന്ന് പട്ടണത്തിലെ ഭക്ഷണങ്ങൾ ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യക്കാർ അല്ലേ, ലഘു ഭക്ഷണങ്ങളോട് ശീലമായിട്ടില്ല. സാൻഡ്വിച്ച്, ബർഗർ അതുപോലുള്ള ഈ ഭക്ഷണം തണുപ്പിച്ച് കഴിക്കുക, അതിനോടൊന്നും നമ്മൾ ഇന്ത്യക്കാർ അതിനോട് ശീലമായിട്ടില്ല. പൊതുവായിട്ട് കോൾഡ് ഭക്ഷണം കഴിക്കുക എന്നത് അസാധ്യകരമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ വർഗം 2 ഓപ്ഷൻസാണ് അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ തൊഴിലാളികളുടെ ഒരു ആർമി തന്നെയാണ് മുംബൈസിലുള്ളത്. അപ്പോൾ ഈ മുംബൈ വർക്കേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 2 ഓപ്ഷൻസ് അല്ലേ.
all through the working day or dream of having someone deliver your hot, home-cooked meal to your office. An impossible dream, but then Mumbai is a city where many impossible dreams have become reality, as this one did. Enter the ഡബ്ബാവാലാസ് അല്ലേ. എന്താണ് അതിലെ ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്? ഒന്നെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ പ്രവൃത്തി ദിനത്തിൽ പട്ടിണി കിടക്കുക. അതിലെ ഒരു കാര്യം ഇതാണ്, പ്രവൃത്തി ദിവസങ്ങളിൽ പട്ടിണി കിടക്കുക. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ചൂടോടുകൂടി ആരെങ്കിലും ഓഫീസിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്വപ്നം കാണുക എന്നുള്ളതാണ്. അത് സ്വപ്നം കാണുക മാത്രം ആണോ ഉള്ളത്? അത് നടക്കുമോ? അല്ലേ? അതും നടന്നു അല്ലേ? ഈ മുംബൈ നഗരത്തിൽ അതും നടന്നു. അവിടെയാണ് ഈ ഡബ്ബാവാലാസിൻ്റെ എൻഡേഴ്സ് അല്ലേ കടന്നുവരവ് വരുന്നത്. ഈ ടിഫിൻ കാരിയേഴ്സിൻ്റെ കടന്നു വരുന്നത് അവിടെയാണ് സാധ്യമാകുന്നത്. അതും ഈ മുംബൈ നഗരത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. അതായത് അങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രം മതി. മുംബൈ വലിയൊരു സിറ്റിയാണ് അല്ലേ, മെനി ഇമ്പോസിബിൾ ഡ്രീംസ്. പക്ഷേ അങ്ങനെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡ്രീംസ് അവിടെ നടന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത്, ആസ് ഫോമർ മുംബൈക്കസ് വി ഹാഡ് സീൻ ദീസ് ഫുഡ് കൊറിയേഴ്സ് hustle on board our commuter trains, rush off at terminus and trot through crowd roads carrying coffin-sized cradles laden with lunches. They were as much a part of the Mumbai scene as the black caps with yellow tops. എന്താണ് പറയുന്നത്? ഫോമർ മുംബൈക്കാസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകാലത്ത് മുംബൈയിൽ താമസിച്ചിരുന്നവരെ അല്ലേ, റെസിഡൻസ് ഓഫ് പീപ്പിൾ. അവിടെ മുംബൈയിലുള്ള ആദ്യം താമസിച്ചിരുന്ന ആളുകളെ എന്താണ് പറയുന്നത്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓതേഴ്സ് അവിടെ താമസിച്ചിരുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണക്കാരെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന ട്രെയിനിൽ, ടാക്സികളിലൊക്കെ അവർ തിരക്ക് പിടിച്ച് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്ഥിരമുള്ള ട്രെയിനിലൊക്കെ ഞങ്ങൾ സ്ഥിരം ജോലിക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനിലൊക്കെ അവർ തിരക്ക് പിടിച്ചിട്ട് പോവുകയും ആ ട്രെയിൻ അവസാനിപ്പിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിന്റിൽ അവർ കുതിച്ചുയർന്ന് പോവുകയും തിരിച്ച് കയറുകയെന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ ഈ ലഞ്ച് ബോക്സ്, ഈ അവരുടെ തലയിൽ ലഞ്ച് ബോക്സ് നിറച്ച ഒരുപാട് പെട്ടികളുണ്ടാവും. എങ്ങനെയുള്ള പെട്ടികളാണ് പറയുന്നത്? ശവപ്പെട്ടികളെ പോലുള്ള നീളത്തിലുള്ള ധാരാളം ലഞ്ച് ബോക്സുകൾ പെട്ടികളുമായിട്ട് അവർ തിരക്ക് പിടിച്ച മുംബൈ നഗരത്തിലൂടെ ഓടിപ്പോകുന്നതും കുതിച്ചുയർന്നതുമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുംബൈ പട്ടണത്തിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് എന്ത്? ബ്ലാക്ക് കാറ് യെല്ലോ ലൈനായിട്ടുള്ളത് അല്ലേ? മുംബൈ പട്ടണത്തിലെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുപോലെയുള്ള ഒരു കാഴ്ച, മറ്റൊരു കാഴ്ചയാണ് ഈ ടിഫിൻ കാരിയേഴ്സ് എന്നുള്ള ഈ ഒരു ആളുകൾ. അതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. In the year 1819, an old Parsi lady in the suburb of Dadar spoke to Mahadhu Iwaji Bacha. She wanted him to help her to get a tiffin carrier across to her husband, who worked in the commercial herds of Bombay, as the city was called then. That was the start of the Dabbawalas. From those humble beginnings, this self-made Indian organization has grown into a huge network whose incredible efficiency has won the admiration of international business schools and even of Prince now King Charlie of England. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? 1890 നാദ്രപ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഓൾഡ് ലേഡി, വയസ്സായൊരു വ്യക്തിയോട് ആ സ്ത്രീയുടെ ഭർത്താവിന് ലഞ്ച് ബോക്സ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചു. അയാൾ ബോംബെയിലെ, അതായത് പണ്ട് മുംബൈനെ ബോംബെ എന്നാണല്ലോ വിളിച്ചിരുന്നത്. അപ്പോൾ ബോംബെയിലെ വാണിജ്യ സ്ഥിരകേന്ദ്രത്തിലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭർത്താവ്. അപ്പോൾ അവിടെ ലഞ്ച് ബോക്സ് എത്തിക്കാൻ സഹായിക്കുമോ എന്ന് ഒരാളോട് ചോദിക്കുകയും അതാണ് ഇവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള തുടക്കം അല്ലേ? ഈ ദർബാർ വർക്കേഴ്സിൻ്റെ അല്ലേ, ഈ ഫുഡ് കാരിയേഴ്സിൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്.
ആ ഒരു ലളിതമായ തുടക്കത്തിൽ നിന്ന് ഇന്ത്യൻ തൊഴിലാളികൾ രൂപീകരിച്ച സ്വയം സംഘടനയുടെ ഒരു ഹ്യൂജ് നെറ്റ്വർക്കായിട്ട് പിന്നീട് അത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് അവിശ്വസനീയമായിട്ടുള്ള ഒരു കൃത്യതയും കാര്യക്ഷമതയും ഓടുകൂടിയാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ബിസിനസ് സ്കൂളുകളുടെയൊക്കെ സ്ഥാപനങ്ങളുടെയൊക്കെ ആദരവും അംഗീകാരവും ഈ ഒരു ദർബാവാലാസ് പറ്റിക്കഴിഞ്ഞു അല്ലേ. ചാൾസ്, ഇംഗ്ലണ്ടിലെ അന്നത്തെ രാജകുമാരനായ ചാൾസ് രാജകുമാരൻ വരെ ആദരവ് ഇതിന് പിടിച്ചു പറ്റി അല്ലേ. ഇതിൻ്റെ അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കായിട്ട് ഒരു ഓർഗനൈസേഷനായിട്ട് ഈ ദർബാവാലാസ് മാറിക്കഴിഞ്ഞു. 6th one, on a humid day in March, to the crash of the carriers-laden crates called trays being deposited on the എന്താ പറയുന്നത്, അങ്ങനെ ഒരു ദിവസം മാർച്ചിലെ ഒരു ഹ്യൂമിഡിറ്റി കൂടിയ ഒരു ചൂട് കൂടുതലുള്ള ഒരു ദിവസം എന്താണ്, ആ സമയത്ത് തന്നെ ഈ ലഞ്ച് കാരിയേഴ്സിൻ്റെ എല്ലാ ലഞ്ച് കാരിയേഴ്സ് നിറച്ച ബോക്സിൻ്റെ എന്താണ് ആ ബോക്സുകൾ തമ്മിൽ കൂട്ടിക്കലർന്ന കോലാഹലങ്ങൾക്കിടയിൽ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അല്ല ഈ ഒരു ടിഫിൻ ബോക്സ് കാരിയേഴ്സ് ഈ ദർബാവാലാസ് എന്താണ് ഈ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് എന്താണ് സൗണ്ട് ഉള്ളത്, ഈ ടിഫിൻ ബോക്സുകൾ തമ്മിൽ പരസ്പരം കൂട്ടി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടും അതുപോലെ തന്നെ എന്താണ് clang to tiffin carriers being sorted out of his voice and the announcements from the railway station, we spoke to the president and the members of the Mumbai Tiffin Box Suppliers Association. അല്ലേ, ആ സൗണ്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റിൻ്റെ ഈ സൗണ്ടും എല്ലാം ഉള്ള ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെയുള്ള ഈ ദർബാവാലാസിൻ്റെ ഇതിനിടയിലുള്ള ഈ സംഘടനയുടെ പ്രസിഡൻറ്റും മെമ്പേഴ്സിനോടും ഞങ്ങൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ റോഡിൻ്റെ അരികിൽ വെച്ചിട്ടാണ് അവയെല്ലാം ടിഫിൻ ബോക്സുകളൊക്കെ അടക്കി വെക്കുന്നതും പിന്നെ അവിടെ നിന്നിട്ടാണ് അവർ ടിഫിൻ ബോക്സൊക്കെ വേർതിരിച്ച് വെക്കുന്നത്, ഓരോ സ്ഥലത്തേക്കും ഓരോ ഓഫീസുമായിട്ട് വേർതിരിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൗണ്ടുകൾക്കിടയിലും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഈ അനൗൺസ്മെൻറ്റുകൾക്ക് ഇടയിലൊക്കെ വെച്ചിട്ട് ഈ ഒരു സംഘടനയുടെ പ്രസിഡൻസും മെമ്പേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർ. 7th one, ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഡബ്ബാവാലാസ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് 3,500 പ്ലേയിങ് ദ വെസ്റ്റേൺ റെയിൽവേ ആൻഡ് 1,500 ഓൺ ദ സെൻട്രൽ റെയിൽവേ അല്ലേ. വെസ്റ്റേൺ റെയിൽവേയിൽ 3,500 ഡബ്ബാവാലാസും പിന്നെ സെൻട്രൽ റെയിൽവേയിൽ 1,500 ഡബ്ബാവാലാസും ഉണ്ട്. ഈ സ്റ്റേഷൻ എന്താണ്, ചർച്ച് ഗേറ്റ് ഈസ് വൺ ഓഫ് ദ വെസ്റ്റേൺ റെയിൽവേ. ഇത് വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷനാണ്. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോയിങ് അല്ലേ. 2 lakh കസ്റ്റമേഴ്സോളം ഞങ്ങൾക്കുണ്ട്, അതും ഇപ്പോൾ ആ അളവിൽ നിന്നും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുക, റിയലി ശരിക്കും ഇൻ സ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് എറ്റേണീസ് അല്ലേ, എന്താണ് ഈറ്റേണീസ് അല്ലേ, ഈറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും ഫുഡ് ഷോപ്പുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും അപ്പോൾ യു കാൺ ലീവ് ഓൺ ഫാസ്റ്റ് ഫുഡ്, ഇത്രയും ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ. വാട്ട് ടൈം ഡു യു പിക്കപ്പ് ദ ഫുഡ്, നിങ്ങൾ എപ്പോഴാണ് ഈ ഫുഡൊക്കെ എടുക്കാൻ പോകുന്നത്? ദ ഏർലിയസ്റ്റ് ഈസ് അറ്റ് 8 in the morning, രാവിലെ 8 മണിക്ക് ഞങ്ങൾ പോകും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ വി ലീവ്, ഞങ്ങൾ അവിടെ നിന്നും പോരും. ബട്ട് വി ഗീവ് ദ കസ്റ്റമർ 1 more chance, പക്ഷേ ഞങ്ങൾ ആ കസ്റ്റമർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കും. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലേഡ് വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്, പിന്നെ അടുത്ത സമയത്തും അവർ ഡിലേ ആവണമെങ്കിൽ, നേരം വൈകുകയാണെങ്കിൽ ഞങ്ങൾ ലിസ്റ്റിൽ നിന്നും അവരെ ഞങ്ങൾ കട്ട് ചെയ്യും. We deliver to the office by 1 PM sharp or earlier. ഞങ്ങൾ ആ ഫുഡ് ഓഫീസിൽ 1 മണിക്ക് എത്തിക്കും, ഷാർപ്പ് 1 മണിക്ക് എത്തിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിൻ്റെ മുന്നേ ആയിട്ട് എത്തിക്കും. We collect by 2 PM. ഞങ്ങളത് തിരിച്ച് പാത്രം 2 PM 2 മണിക്ക് കളക്ട് ചെയ്യും. ഇഫ് ലേറ്റ് വി ലീവ്, അങ്ങനെ നേരം വൈകുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ലീവ് ചെയ്യും, പോരും. എഗെയിൻ ഓൺലി 1 more chance, വീണ്ടും ഞങ്ങൾ ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കും. We deliver empty tiffin boxes to customers by 5:30 in the evening. 5:30 ആകുമ്പോഴേക്കും ആ എംറ്റി ടിഫിൻ ബോക്സ് ഞങ്ങൾ തിരിച്ച് ആ വീട്ടിലെത്തിക്കും. ലേറ്റസ്റ്റ്
വി ചാർജ് എബൌട്ട് ₹500 പെർ കസ്റ്റമർ എവരി മന്ത്. എല്ലാ മാസവും ഇതിനു വേണ്ടി ഞങ്ങൾ 500 രൂപയാണ് ഒരു കസ്റ്റമറിൽ നിന്നും ഈടാക്കുന്നത്. അനദർ മെമ്പർ ചിംഡ് ഇൻ. അപ്പോൾ ആ സമയം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു മെമ്പർ ഇതിൽ വന്ന് ജോയിൻ ചെയ്തു. ഐ കളക്ട് ടിഫിൻ കാരിയേഴ്സ് ഫ്രം 20 ഫ്ലാറ്റ്സ് ഇൻ അന്തേരി ദാറ്റ് സോ ഫാർ എവേ. ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള അന്തേരി എന്ന് പറയുന്ന അവിടെയുള്ള ഫ്ലാറ്റ്സിൽ നിന്നും ഞാൻ 20 ടിഫിൻ ബോക്സ് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് വേറൊരു മെമ്പർ വന്ന് പറഞ്ഞു. ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ. ഒരു ട്രേയിൽ എത്ര ടിഫിൻ ബോക്സ് ആണ് കൊള്ളുക അല്ലേ, ഒരു ഒറ്റ കാരിയറിൽ എത്ര ടിഫിൻ ബോക്സ് കൊള്ളുമെന്ന് ചോദിച്ചു. 40 to 45, 40 45. എ ലേഡൻ ട്രേ വെയ്റ്റ് 85 to 100 kilos. ഒരു ലേഡൻ ട്രേൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 85 മുതൽ 100 കിലോ വരെയാണ്. ആൻഡ് ദർ ആർ 5 ചേഞ്ചിങ് പോയിൻറ്റ്സ് വി ഓഫ് ലോഡഡ്. പക്ഷേ ഞങ്ങൾക്ക് 5 ചേഞ്ചിങ് പോയിൻറ്റ്സ് ഉണ്ട്. 5 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞങ്ങളിത് ചേഞ്ച് ചെയ്യും. ദ ട്രേസ് ഫ്രം ദ ട്രെയിൻ അല്ലേ, ആ ട്രെയിൻ ചേഞ്ചിങ് പോയിൻറ്റ് 5 ചേഞ്ചിങ് പോയിൻറ്റ്സ് ഉണ്ട്. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ്. അവിടെ നിന്ന് വേറൊരു ട്രേയിലേക്ക് മാറ്റും. ആൻഡ് ദെൻ ചേഞ്ച് ദം എഗെയിൻ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഓരോ പോയിൻറ്റ്സിൽ വെച്ചിട്ട് മാറ്റും. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്, വെരി അക്യുറേറ്റ്ലി അല്ലേ. അത് പെട്ടെന്ന് ഇവിടെ നിന്ന് വളരെ അകലത്തിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ് അല്ലേ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഇത് ഓരോ 5 ചേഞ്ച് പോയിൻറ്റ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ട്രയൽസിലേക്ക് മാറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് വരും. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ കാരിയേഴ്സ് ഗോസ് ഇൻ ടു വിച്ച് ട്രേ. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഓരോ ടിഫിൻ ബോക്സും ഓരോ ട്രേയിലുള്ളത് അല്ലേ, ആരതൊക്കെയാണെന്നുള്ളത് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? വി ഹാവ് എ ആൽഫ ന്യൂമറിക്കൽ markings on every tiffin carrier indicating the location of the flat, the changing points, the delivery points, the dabbawalas involved. അല്ല, ഞങ്ങൾ ഓരോ ടിഫിൻ ബോക്സിലും മാർക്ക് ചെയ്യും ഓരോ ആൽഫബറ്റിക്, ഏത് ഫ്ലാറ്റാണ്, ഏത് ലൊക്കേഷനാണ്, ഏത് ഓഫീസാണ് എന്നൊക്കെ ഞങ്ങൾ ഓരോ ഡബ്ബാവാലാസിന് വെച്ചിട്ടും അത് മാർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ആൽഫ നമ്പർ വെച്ചിട്ടും അത് മാർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഹു വർക്ക്ഡ് ഔട്ട് ദിസ് സിസ്റ്റം ഫോർ യു. ആരാണ് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം പറഞ്ഞു തന്നത്? വി ഡിഡ്. ഞങ്ങൾ തന്നെ. ക്യാൻ യുവർ MBAs ഡു ഇറ്റ്. നിങ്ങളെ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് പറ്റുമോ? ഇല്ല, നെവർ. ഇല്ല. ഇൻ ഫാക്ട് ദേ ഹാവ് ഓഫ്റ്റൻ ആസ്ക്ഡ് ആസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. അങ്ങനെയുള്ള ആളുകൾ വരെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന്. ഈവൻ പ്രിൻസ് ചാർലി വരെ അത് അംഗീകരിച്ചതാണ്. വി സെൻഡ് ഹിം എ പ്രസൻറ്റ് ഫോർ ഹിസ് വെഡ്ഡിങ്. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രസൻറ്റ് വരെ കൊടുത്തു വെഡ്ഡിങ്ങിന്, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന്. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. അത് എന്താണ് പ്രൂവ് ചെയ്യാനുള്ള ലെറ്റർ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ സിസ്റ്റം ഈസ് ഫ്ലോലെസ് അല്ലേ, ഞങ്ങളുടെ സിസ്റ്റം അങ്ങനെയാണ്, അതൊരിക്കലും തകരില്ല. ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡസ്റ്റ് ദബ്ബാവാല. നിങ്ങളെവിടെയുള്ള ദബ്ബാവാലയിലുള്ള ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ്സ് പിക്കാജി. അത് പിക്കാജിയാണ്. ഹീസ് 74 years old. അവർക്ക് 74 വയസ്സായി. ആൻഡ് ഹീസ് ബീങ് വർക്കിംഗ് ഫോർ 15 years. അപ്പോൾ 50 വർഷമായി ഞങ്ങളുടെ ഈ സംഘടനയിൽ അദ്ദേഹം കൂടിയിട്ട്. ദ യങ്ങസ്റ്റ് ഈസ് 21. ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. അപ്പോൾ ആ ഒരു സംഘടനയിലുള്ള ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ 74 years ആയിട്ടുള്ള ഒരു ഓൾഡ് വിക്കാജിയാണ്. ഏറ്റവും കുറഞ്ഞ വയസ്സുള്ള ആൾ എന്ന് പറയുന്നത് അത് 21 years ആണ്. 21 yearsലുള്ള പ്രായത്തിലുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത്. വി വാച്ച്ഡ് fascinated as the trays arrived and were sorted out into hand-drawn cards, cycles, and even festooned like multiple garlands around the necks and the shoulders of delivery dabbawalas. എന്താ പറയുന്നത്, ഞങ്ങൾ വളരെ താല്പര്യത്തോടെ ഞങ്ങളത് നോക്കി നിന്നു. ഈ ഈ ട്രേസ് വരുന്നതും ഈ ടിഫിൻ ബോക്സുകൾ വരുന്നതും അതിൽ നിന്നും ഈ ടിഫിൻ ബോക്സുകൾ അവർ ഡർബാവാലാസ് തരംതിരിക്കുന്നതും ഹാൻഡ് ഡ്രൗൺ കാർഡ്സിലേക്കും കൈകൊണ്ട് ഉന്തുന്ന ആ വണ്ടിയിലേക്കും സൈക്ലിങ്ങിലേക്കും പിന്നെ ഈവൻ ഫെസ്റ്റൂൺഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലാൻഡ് അറൗണ്ട് ദ നെക്സ്. ആ
അല്ലേ, അവർ ചിലരെന്ത് ചെയ്യുന്നുണ്ട്, മാല പോലെ ഈ ടിഫിൻ ബോക്സ് നൂലിൽ അല്ലെ ചരടിൽ കോർത്തിട്ട് ഒരു മാല പോലെ കഴുത്തിലിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഷോൾഡറിലും ഒക്കെ അവർ ഈ ടിഫിൻ ബോക്സ് തൂക്കിക്കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നത്, ഇത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഭയങ്കര രസത്തോടെ, ആശ്ചര്യത്തോടെ, താല്പര്യത്തോടെ ഞങ്ങളത് നോക്കി നിന്നു. We learned that all dabbawalas are put through rigorous training because they have to deal courteously with customers and so cannot be uncouth or drunk. ഇതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഡബ്ബാവാലസിന് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവരിതിൽ അത്രയും മിടുക്കന്മാരായിട്ടാണ് അവരിത് കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അത്രയും ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കിത് മനസ്സിലായി. കാരണം അവർക്ക് കസ്റ്റമേഴ്സിനോട് ഒരു ഉയർച്ചയിൽ സംസാരിക്കാനോ ഒന്നും കഴിയില്ല. കാരണം അവർ കസ്റ്റമറാണ് വലുത്. അവർ അൺകൗണ്ട് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പരുഷമായിട്ടൊന്നും സംസാരിക്കുകയോ ചെയ്യില്ല. അവർ ഡ്രങ്ക്, അവർ മദ്യപിക്കാറും ഇല്ല. അത്രയും ട്രെയിനിങ് കിട്ടിയിട്ടാണ് ഈ ദർബാവാലാസ് ഈ ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളത്. Moreover, if they forgot to wear their distinguishing white caps, they are initially fined for the first offense and then removed from the association if it should happen again. They run a very tightly controlled, disciplined organization. എന്താണ് പറയുന്നത്, അവർക്ക് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വെള്ള തൊപ്പിയുണ്ട് അല്ലേ, അവർക്കൊരു വെള്ള തൊപ്പിയുണ്ട്. അത് അവർ ഫസ്റ്റ് ഇടാൻ മറന്നു പോയാൽ ആദ്യ തെറ്റിന് അവരൊരു ഫൈൻ, പിഴ ചുമത്തും. വീണ്ടും അവർ ആവർത്തിക്കുകയാണെങ്കിൽ അവരെ ഈ അസോസിയേഷനിൽ നിന്നും അവരെ അങ്ങനെയുള്ള ദർബാവാലാസിനെ റിമൂവ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ് ഡിസിപ്ലൈൻ ഓർഗനൈസേഷൻ. കാരണം തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ എങ്ങനെയായാലും ആ ഒരു ദർബാവാലാസിനെ അവർ എന്താക്കും, അതിൽ നിന്നും ഒഴിവാക്കും. അത്രയും ടൈറ്റായിട്ട്, കൺട്രോൾഡായിട്ട്, ഡിസിപ്ലിനായിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്കിതിൽ നിന്നും മനസ്സിലായി എന്നാണ് പറയുന്നത്. വി ലെഫ്റ്റ് ദ Dabbawalas to get on with their schedules and walked across to the tea center for our own lunch. അല്ലേ, ഞങ്ങൾ അവിടെ നിന്നും ആ ദബ്ബാവാലാസിൻ്റെ ഡ്യൂട്ടി തെറ്റിക്കാതെ, അവരുടെ ആ സമയവും ഡ്യൂട്ടിയും ഷെഡ്യൂളൊന്നും തെറ്റിക്കാതെ ഞങ്ങൾ അവിടെ നിന്നും പോയി. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? വാക്ട് അക്രോസ് ടു ദ സെൻറ്ററിലേക്ക് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോയി. ഇൻ ദ ലോബി ദ നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ്, അവിടെ ആ ലോബിയിൽ നെക്സ്റ്റ് ലിഫ്റ്റിൽ വി നോട്ടീസ് എ ദബ്ബ അണ്ടർ എ ട്രസ്റ്റിൽ ടേബിൾ. അവിടെയുള്ള ഒരു ട്രസ്റ്റിൽ ടേബിളിൻ്റെ താഴെയായിട്ട് ഒരു ഡബ്ബ ബോക്സ് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഡബ്ബാവാല ബോക്സ് ഇരിക്കുന്നത് കണ്ടു. ദ ഗാർഡ് ടോൾഡ് ആസ് ദാറ്റ് ഈസ് ബിലോങ്ഡ്. അപ്പോൾ അവിടെയുള്ള ഗാർഡ് ഞങ്ങളോട് പറഞ്ഞു that is belong to the someone in the textiles export promotion council in an upper floor. അത് മുകളിലുള്ള അവിടെ ജോലി ചെയ്യുന്ന അവർ ദർബാവാലാസിലെ ഫുഡ് ഉണ്ട്, അപ്പോൾ അവരുടേതാണെന്ന് പറഞ്ഞു. വി വെൻറ്റ് അപ്പ് ആൻഡ് മീറ്റ് ഇ.എൽ. പൗലോ, ഡയറക്ടർ ആൻഡ് ദ സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ. അങ്ങനെ ഞങ്ങൾ ഇ.എൽ. പൗലോ എന്ന് പറയുന്ന ഈ സെക്രട്ടറി ഓഫ് കൗൺസിൽ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ആയിട്ടുള്ള അയാളെ മീറ്റ് ചെയ്തു. ഹി ലിവ്ഡ് ഇൻ ദ സബേർബ് ഓൺ മീര റോഡ്. അദ്ദേഹം ജീവിക്കുന്നത് അവിടെയുള്ള ഒരു സിറ്റിയിലാണ്. ആൻഡ് ഹി ഹാഡ് ബീൻ ഡീലിംഗ് വിത്ത് ദ ഡബ്ബാവാലാസ് ഫോർ 10 years. അയാൾ 10 വർഷമായിട്ട് ഈ ഡബ്ബാവാലാസുമായിട്ട് ഇങ്ങനെ ഡീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ടോൾഡ് ഹാസ് ദാറ്റ് ദേ പിക്ക് അപ്പ് ഹിസ് ടിഫിൻ കാരിയർ at 8 every morning. അയാൾ ഞങ്ങളോട് പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ ടിഫിൻ കാരിയേഴ്സ് വന്ന് പിക്ക് ചെയ്യും. ഇൻ ഓൾ ദീസ് 10 years, ഈ ഒരു 10 വർഷം, ഹി സെഡ് ദേ ഹാവ് നെവർ മിസ്ഡ്. അവരൊരിക്കൽ പോലും അത് മിസ് ചെയ്തിട്ടില്ല, മുടക്കിയിട്ടില്ല. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ സർവീസ്. അതൊരു വലിയൊരു സർവീസാണ്, വെരി റിലയബിൾ, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സർവീസ് തന്നെയാണ്. സച്ച് എ കമൻറ്റ് ഫ്രം എ സീനിയർ എക്സിക്യൂട്ടീവ് who has maintained international standards is indeed a great endorsement.
ഇങ്ങനെയുള്ളൊരു വ്യക്തി, ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തി പോകുന്ന ഒരു സീനിയർ ഇത്രയും നല്ല വാക്ക് പറയണമെങ്കിൽ അത് വലിയ അംഗീകാരം തന്നെയാണ് അല്ലേ. മുംബൈ നഗരത്തിൽ ഇങ്ങനെ സാധാരണ ജനങ്ങൾ രൂപീകരിച്ച ഈ ഒരു സംഘടന ഇത്രയും വലിയ ഒരു നെറ്റ്വർക്കായിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരം തന്നെ പുലർത്തിയിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് എ പെർട്ടിക്കുലർലി കമൻഡബിൾ വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ നെറ്റ്വർക്ക് ആസ് വൈഡ് റാഗിങ് ആൻഡ് ആസ് എൻറ്റയർലി ഗ്രാസ് റൂട്ട്സ് ജനറേറ്റഡ് ആസ് മുംബൈസ് യുണീക്ക് ഡബ്ബാവാലാസ് അല്ലേ. മുംബൈയിലെ ഈ സാധാരണ ജനങ്ങളിൽ രൂപീകരിച്ച ഈ ഒരു സംഘടന വലിയൊരു യുണീക്ക് അല്ലേ, വേൾഡ് വൈഡ് ഒരു നെറ്റ്വർക്ക് ശൃംഖലയായിട്ട് പ്രവർത്തിച്ച് പോരുകയാണ് ഇപ്പോൾ. തീർത്തും ഇത് ഒരു അഭിനന്ദനം തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോർഷിപ്പ്, ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം വേണമെങ്കിൽ ആസ്ക് പ്രിൻസസ് കിങ് ചാൾസ്. അപ്പോൾ അറിയണമെങ്കിൽ ചാൾസ് രാജകുമാരനോട് ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അംഗീകാരവും നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള മീനിങ് ഒക്കെ വരുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ വർക്കും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.